ഈ ആഴ്ച ORS വാരം ആചരിക്കുകയാണ്. ഈ മാസം വയറിളക്ക രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. എത്രയും നേരത്തെ ചികിത്സിക്കുകയും വേണ്ടത്ര പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്താൽ ഈ രോഗത്തെ ഫലപ്രദമായി തടയാൻ സാധിക്കും. എല്ലാ വർഷവും ജൂലൈ 29-ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർദ്ദേശാനുസരണം ലോകമെമ്പാടും ORS ദിനമായി ആചരിക്കുകയാണ്. എന്തിനാണ് ഈ ORS ദിനാചരണം? നാം അല്പം ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ 1800-1900 കാലഘട്ടത്തിൽ അക്യൂട്ട് ഡയറിയ, കോളറ എന്നീ മഹാമാരികൾ മൂലം ലക്ഷക്കണക്കിന് മനുഷ്യരാണ്, പ്രായമായവരും കുട്ടികളും അടക്കം, മരിച്ചുകൊണ്ടിരുന്നത്. IV ഫ്ലൂയിഡ് എന്ന സങ്കീർണമായ ചികിത്സാ രീതിയായിരുന്നു ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1971 ശേഷം ഡോക്ടർ ദിലീപ് മഹലനബിസിൻ്റെ നേതൃത്വത്തിൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന ചികിത്സാ രീതി അക്യൂട്ട് ഡയറിയ, കോളറ എന്നിവയിൽ ഫലപ്രദമായി ഉപയോഗിച്ചു തുടങ്ങി. ഇത് അക്ഷരാർത്ഥത്തിൽ ആരോഗ്യരംഗത്തിന് തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന ഈ ചികിത്സാ രീതി ലോകാരോഗ്യ സംഘടന അംഗീകരിക്കുകയും അത് ലോകവ്യാപകമായി തന്നെ അക്യൂട്ട് ഡയറിയ, കോളറ എന്നീ അസുഖങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തതോടുകൂടി മരണനിരക്ക് തുലവും കുറയ്ക്കുവാൻ സാധിച്ചു. ORS എന്നത് ഈ നൂറ്റാണ്ടിൻ്റെ കണ്ടുപിടുത്തം എന്നുവരെ വിശേഷിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന ഈ ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായ ചികിത്സാ രീതിയെപ്പറ്റി മാതാപിതാക്കളിൽ മാത്രമല്ല പൊതുജനങ്ങളിലും വ്യാപകമായ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ജൂലൈ 29-ന് ORS ദിനമായി ആചരിക്കുകയാണ്. എല്ലാ ആചാരങ്ങളും ഒരുതരം ഓർമ്മപ്പെടുത്തലുകളാണല്ലോ. ഈ കൊല്ലം 2024 വേൾഡ് ORS ഡേ July 29. The theme is डायरिया की रोकथाम, सफाई और ORS से रखे अपने ध्यान. അതിൻ്റെ അർത്ഥം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഡയറിയ ഒരു നിലയ്ക്ക് നിയന്ത്രിക്കാം. നമ്മൾ കുട്ടികൾക്ക് ORS എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഡയറിയ തുടങ്ങിയ ഉടനെ കൊടുക്കുക. വീട്ടിൽ ORS കൊടുക്കണ സമയത്ത് വൃത്തിയായിട്ട് കൊടുക്കുക, കൈ കഴുകുക, നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായി വയ്ക്കുക. അപ്പോൾ ഇൻ ഷോർട്ട് 2 കാര്യങ്ങൾ: ORS സമയത്ത് കൊടുക്കുക, രണ്ടാമത്തത് ക്ലെൻലിനെസ്, ഹൈജീൻ, എപ്പോഴും വൃത്തി വീട്ടിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഡയറിയ കൺട്രോൾ ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ അവർക്ക് വെള്ളത്തിൻ്റെ അംശത്തിൻ്റെ കുറവില്ലെങ്കിൽ, ഡീഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. ആ ചികിത്സ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? വീട്ടിൽ നിന്ന് നമ്മൾ ORS സൊല്യൂഷൻ വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഓരോ പ്രാവശ്യവും വയറിളകി പോയി കഴിഞ്ഞാൽ നമ്മൾ 50 മില്ലി മുതൽ 100 മില്ലി വരെയാണ് ORS സൊല്യൂഷൻ കൊടുക്കേണ്ടത്. അവർക്ക് നമ്മൾ ഓരോ ടീസ്പൂണായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അത് 1-2 മിനിറ്റ് ഗ്യാപ്പിലാണ് കൊടുക്കേണ്ടത്. കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് 2 വയസ്സിൻ്റെയും 10 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികൾക്ക് നമ്മൾ കപ്പിലാണ് കൊടുക്കുക. അത് നമ്മൾ ഓരോ വായയായിട്ട് കപ്പിൽ കൊടുക്കും. 100 മില്ലി മുതൽ 200 മില്ലിയാണ് നമ്മൾ ORS സൊല്യൂഷൻ കൊടുക്കേണ്ടത്. 10 വയസ്സിന് മീതുള്ള കുട്ടികളാണെങ്കിൽ അവർ എത്രയും ആവശ്യപ്പെടുന്ന വെച്ചാൽ അത്രയും നമുക്ക് ORS സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ അവരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടത്? അഥവാ അവർക്ക് ഛർദി ഉണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത് ആദ്യം നമുക്ക് ORS സൊല്യൂഷൻ കൊടുക്കാം. അത് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം കുറേശ്ശെ ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ 1-2 മിനിറ്റിന് പകരം 2-3 മിനിറ്റ് ഗ്യാപ്പിൽ വേണം അവർക്ക് ഈ സൊല്യൂഷൻ കൊടുക്കാനായിട്ട്. പക്ഷെ പിന്നെയും പെർസിസ്റ്റൻ്റ് ആയിട്ട് കുട്ടി ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ഇതേപോലെ തന്നെ ഓരോ പ്രാവശ്യവും പോണ മലത്തിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ കുറേ പ്രാവശ്യം മലം പോവുകയാണെങ്കിലോ അവരെ നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. 3 ദിവസം കഴിഞ്ഞിട്ടും കുട്ടിയുടെ വയറിളക്കത്തിന് ഒരു കുറവുമില്ലെങ്കിൽ നമ്മൾ അവരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ഇതേപോലെ തന്നെ നല്ല ശക്തിയിലുള്ള പനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലത്തിൽ കൂടെ ചോര പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി തീരെ വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കണില്ല, ORS അടക്കം ഒന്നും കുടിക്കണില്ലെങ്കിലും നമ്മൾ വീട്ടിൽ വെക്കാൻ പാടില്ല. അവരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. വയറിളക്കം ബാധിച്ച കുട്ടികളിൽ സാധാരണഗതിയിൽ അരി ഭക്ഷണം കൊടുക്കുന്നതാണ് നല്ലത്.
അതിൽ തന്നെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കഞ്ഞിവെള്ളത്തിൻ്റെ അഭാവത്തിൽ കരിക്കിൻ്റെ വെള്ളം കൊടുക്കാവുന്നതാണ്. അധികം മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതായത് ഫ്രൂട്ട് ജ്യൂസുകൾ, കൊക്കക്കോള പോലുള്ള പാനീയങ്ങൾ കൊടുക്കുന്നത് നല്ലതല്ല. വയറിളക്കം ബാധിച്ച കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും മൂലം അവരുടെ ശരീരത്തിലെ വെള്ളവും ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് അവരുടെ ശരീരത്തിൽ നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ക്ഷീണം, കൈകാല് തണുക്കുക, യൂറിൻ്റെ അളവ് കുറയുക, പിന്നെ ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെടുന്നതുകൊണ്ട് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടികൾക്ക് ORS വെള്ളം കലക്കി കൊടുക്കാം. ORS വെള്ളം ഈ കുട്ടി നഷ്ടപ്പെട്ടു പോയ വെള്ളവും ഇലക്ട്രോലൈറ്റ്സും അത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ORS വെള്ളം ഉണ്ടാക്കുക? നിങ്ങളുടെ കുട്ടിക്ക് ഡയറിയ ഉണ്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ORS ലൈനിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഒരു 6 ടീസ്പൂൺ പഞ്ചസാര, ഒരു 30 ഗ്രാം പഞ്ചസാര ഇട്ടാൽ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് ORS സൊല്യൂഷനായി. ഈ ലൈനി ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷനിലേക്ക് പോവാണ്ടിരിക്കാം. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന വയറിളക്കത്തെ വിജയകരമായി പ്രതിരോധിക്കാൻ റോട്ട വൈറസ് വാക്സിനുകൾക്ക് കഴിയും. കാരണം കുട്ടികളിലെ ഭൂരിഭാഗവും വയറിളക്കവും ഉണ്ടാക്കുന്നത് റോട്ട വൈറസുകളാണ്. കുട്ടി ജനിച്ച് 6, 10, 14 എന്നീ ആഴ്ചകളിലെ സൗജന്യ പ്രതിരോധ കുത്തിവയ്പ്പിനോട് ഒപ്പമാണ് റോട്ട വൈറസ് വാക്സിൻ നൽകുന്നത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു. ഇനി കുഞ്ഞുമക്കൾ പറയട്ടെ, പെട്ടെന്ന് വയറിളക്കം തുടങ്ങിയാൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ശുചിത്വം ORS. എങ്ങനെയാണ് ശുചിത്വം പാലിക്കുക? കൈകൾ വൃത്തിയായി കഴുകണം, പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം, സർഫസ് തുടച്ച് വൃത്തിയാക്കണം. വെരി ഗുഡ്. ഓക്കെ, പെട്ടെന്ന് വയറിളക്കം ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ തന്നെ ORS ഉണ്ടാക്കി വൃത്തിയായി ഉണ്ടാക്കി ടീസ്പൂണിൽ സിപ്പായി ഉണ്ടാക്കി കൊടുക്കുക. ഡോക്ടർ ട്രിപ്പ് ഇടാൻ വരെ കാത്തിരിക്കരുത്. വീട്ടിൽ തന്നെ ORS ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓർത്ത് കൊടുക്കണം.